ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസാക്കുന്നത് വൈകിപ്പിക്കുന്ന ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റുകളുടെ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്നതാണ് തങ്ങളുടെ താൽപ്പര്യം. ഡെമോക്രാറ്റുകളുടെ നിലപാട് ഖേദകരമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 1 മുതൽ അമേരിക്കയിൽ അടച്ചിടൽ തുടരുകയാണ്. ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസാക്കുന്നതിന് ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കാത്തത് വൻ പ്രതിസന്ധിയാണ് വിളിച്ചുവരുന്നത്. Our country is doing so well economically. It's doing so incredibly well. The Democrats should let it open. I guess they don't do that because it's doing so well. It's too bad. But on the macro scale, it's not having that kind of an effect. We just want people to get paid. We think it's very unfair. And how about the man that put up $130 million to make sure our military got paid? I won't tell you, but this is a person that called me that said, "Sir, I'd like to make a contribution of any difference needed for the United States military." I said, "I don't know. That could be a big number." And we worked it out. It was about $130 million. And he wrote a check for $130 million because he's an unbelievable patriot. And that's what it's all about. നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. നിഖിൽ, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ട്രംപ് പറയുന്നത് ഡെമോക്രാറ്റുകളുടെ ഈ നീക്കം തീർത്തും അപലപനീയമാണ് എന്നൊരു നിലപാട് തന്നെയാണ്. അദ്ദേഹം പറയുന്നതിൽ ഗൗരവമേറിയ ഒരു വിഷയമുള്ളത് ഈ 28 ഇന്ന് വരെയായിട്ടും ഈ ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസ്സാക്കുന്നതിന് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, മറിച്ച് വലിയ തോതിലുള്ള സൈനിക ധനസഹായം ഉൾപ്പെടെ, അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുൾപ്പെടെയുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തുന്നു. അതെല്ലാം തന്നെ മണ്ണിട്ട് മൂടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 55 പേർ റിപ്പബ്ലിക് അംഗങ്ങളും 45 പേർ ഡെമോക്രാറ്റ് അംഗങ്ങളുമാണ് സെനറ്റിലുള്ളത്. 60 പേരുടെ വോട്ട് നേടിയാൽ മാത്രമേ ഫണ്ടിംഗ് ബിൽ പാസ്സാവുകയുള്ളൂ. ഫണ്ടിംഗ് ബിൽ പാസ്സാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. മെഡിക്കൽ ബില്ല് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂല നിലപാട് എടുക്കണമെന്ന ഒരു നീക്കമാണ് ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ തോതിൽ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ 28 ദിവസത്തോളമായി അമേരിക്കയിൽ തുടരുന്ന ഈ അടച്ചിടലിന് ഒരു പരിഹാരം കാണുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിക്കുക തന്നെയാണ് അദ്ദേഹം.